ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി 24 ക്രിസ്തുവും സഭയും തമ്മിലുള്ള ബന്ധത്തിന്റെ ഒരു മുൻ സൂചനയാണ് ഇസഹാക്ക് റെബേക്ക വിവാഹത്തിൽ കൂടി ഉൽപ്പത്തി 24 അധ്യായം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. ദൈവിക മാർഗദർശനം, വിശ്വാസം, ഉടമ്പടി തുടങ്ങിയ ക്രൈസ്തവ ദൈവശാസ്ത്ര വിശ്വാസങ്ങളും ഇവിടെ ഹൈലൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അബ്രഹാമിന് വയസ്സ് ചെന്ന് വൃദ്ധനായപ്പോൾ തൻ്റെ മകന് ഭാര്യയെ സ്വന്തം ജനത്തിന്റെ കൂട്ടത്തിൽ നിന്ന് കൊണ്ടുവരുവാൻ അവൻ ആഗ്രഹിച്ചു. അതിനായി അവൻ തൻ്റെ വിശ്വസ്തനും കാര്യസ്ഥനുമായ പ്രധാനദാസനെ വിളിച്ച് അവന്റെ കൈ തുടയിൽ വയ്പ്പിച്ചിട്ട്, സ്വർഗത്തിനും ഭൂമിക്കും ദൈവമായ യഹോവയുടെ നാമത്തിൽ ചുറ്റും പാർക്കുന്ന കനാന്യരുടെ കന്യകമാരിൽ നിന്ന് തൻ്റെ മകന് ഭാര്യയെ എടുക്കാതെ അബ്രഹാമിന്റെ ജന്മദേശത്തും അവന്റെ ചാർച്ചക്കാരുടെ അടുക്കലും ചെന്ന് ഇസഹാക്കിന് ഭാര്യയെ എടുക്കണമെന്ന് സത്യം ചെയ്യിച്ചു. ഈ ദാസൻ ഉൽപ്പത്തി 15 അധ്യായത്തിന്റെ 2 വാക്യത്തിൽ കാണുന്ന ദമ്മേശക്കുകാരൻ എലിയേസർ ആണെന്നാണ് പണ്ഡിത മതം. 10 ഒട്ടകങ്ങളും പരിവാരവുമായി അദ്ദേഹം മെസപ്പൊത്തോമിയയിലേക്ക് യാത്ര ചെയ്യുന്നു. അവിടെ പട്ടണത്തിന് പുറത്ത് വൈകുന്നേരം വെള്ളം കോരുവാൻ സ്ത്രീകൾ വരിക പതിവായിരുന്നു. ദാസൻ അവിടേക്ക് ചെന്നു. തൻ്റെ യജമാനായ അബ്രഹാമിന് കാര്യം സാധ്യമാക്കി കൊടുക്കണമെന്ന് അവൻ പ്രാർത്ഥിച്ചു. 12 വാക്യത്തിൽ എൻ്റെ യജമാനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ എന്ന് ദൈവത്തെ അഭിസംബോധന ചെയ്യുന്നതിന്റെ അർത്ഥം ദൈവം ദാസന്റെ ദൈവമല്ല എന്ന് വ്യാഖ്യാനിക്കാൻ കഴിയില്ല. ഉടമ്പടി അബ്രഹാമുമായിട്ടായതിനാലാണ് അങ്ങനെ പ്രാർത്ഥിച്ചത്. ദാസൻ ആഗ്രഹിച്ചതുപോലെ റെബേക്ക കടന്നു വരികയും അവളുടെ പ്രവർത്തനങ്ങൾ അവന്റെ ഉദ്ദേശമനുസരിച്ചാവുകയും ചെയ്തതിനാൽ താൻ വന്ന കാര്യം സാധിച്ചെന്ന് അവന് ബോധ്യപ്പെട്ടു. റെബേക്ക എന്ന വാക്കിന്റെ അർത്ഥം അതീവ സുന്ദരി എന്നാണ്. സ്ത്രീ സൗന്ദര്യത്തിന്റെ വർണ്ണന വേദപുസ്തകത്തിൽ അത്രയധികമില്ല. ഉൽപ്പത്തി 12:11 സാറയുടെയും 29:17 റാഹേലിന്റെയും സൗന്ദര്യം വർണ്ണിക്കുന്നുണ്ട്. അബ്രഹാമിന്റെ ദാസൻ ആദ്യം റെബേക്കയ്ക്കും പിന്നീട് കുടുംബത്തിനും അബ്രഹാമിന്റെ വൻ സമ്പത്തിൽ നിന്നുമുള്ള വിലപ്പെട്ട സമ്മാനങ്ങൾ നൽകുന്നു. താമസമേതുമില്ലാതെ ഉടൻ തന്നെ ദാസനോടുകൂടെ പോകുവാനുള്ള സന്നദ്ധത റെബേക്ക അറിയിക്കുന്നു. 8 വാക്യം. പ്രാചീന മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ആചാരമര്യാദ പ്രകാരം തങ്ങളുടെ മകളെ അനുഗ്രഹിച്ച് അവർ ദാസനോടൊപ്പം അയക്കുന്നു. അനേകായിരങ്ങളുടെ അമ്മയായി തീരട്ടെ എന്ന് അവർ അവളെ അനുഗ്രഹിച്ചു. ഉൽപ്പത്തി 17 അധ്യായത്തിന്റെ 15-16 വാക്യങ്ങളിൽ അബ്രഹാമിനെയും സാറായെയും ദൈവം അനുഗ്രഹിച്ചതിനോട് സാമ്യമുള്ള അനുഗ്രഹമാണ് നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നത്. തന്നെ ദ്വേഷിക്കുന്നവരുടെ പടിവാതിൽ കൈവശമാക്കട്ടെ, വാക്യം 60 എന്നതുകൊണ്ട് ശത്രുക്കളുടെ മേൽ അധികാരം സ്ഥാപിക്കട്ടെ എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് വിവർത്തനത്തിൽ ഉൽപ്പത്തി 22:17 യുവർ ഡിസെൻഡൻസ് ഷാൽ possess the gates of their enemies എന്ന പ്രയോഗം കാണാം. ഹാരാനിൽ നിന്ന് അബ്രഹാമിന്റെ ദാസനൊപ്പം പുറപ്പെടുന്ന റെബേക്കയും അവളുടെ ദാസിമാരും വലിയ ഒരു പരിവാരമായിട്ടായിരിക്കണം യാത്ര ചെയ്തത്. അതേസമയം തന്നെ ഇസഹാക്ക് താൻ പാർത്തിരുന്ന തെക്കേ ദേശത്ത് നിന്ന്, അതായത് നെഗവിൽ നിന്ന് ബേർ ലഹരി രോയി വരെ എത്തി. 16 അധ്യായത്തിന്റെ 13-14 വാക്യങ്ങളിൽ ഹാഗാറിന്റെ ആദ്യ ബഹിർഗമനവുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിരിക്കുന്ന സ്ഥലമാണ് ഇത്. സായം സന്ധ്യയിൽ വെളിപ്രദേശത്ത് ധ്യാനിപ്പാനായി പോയിരുന്ന ഇസാക്ക് തല ഉയർത്തി നോക്കിയപ്പോൾ ഒട്ടകങ്ങൾ വരുന്നതായി കണ്ടു. റിബേക്കായും തല പൊക്കി നോക്കി ഇസാക്കിനെ കണ്ട് ഒട്ടകത്തിൽ നിന്ന് ഇറങ്ങിയിട്ട്, നമ്മെ എതിരേറ്റ് വരുന്ന ഈ പുരുഷൻ ആരാണെന്ന് ചോദിക്കുന്നു. തൻ്റെ യജമാനാണെന്ന് പ്രധാനദാസൻ അറിയിച്ചപ്പോൾ റെബേക്ക മൂടുപടം ധരിച്ചു.
അവിവാഹിതയായ ഒരു പെൺകുട്ടി തൻ്റെ പ്രതിശ്രുത വരന്റെ സാന്നിധ്യത്തിലേക്ക് ആദ്യമായി കടന്നു വരുമ്പോൾ മൂടുപടം ധരിക്കണം എന്നൊരാചാരം പ്രാചീന മധ്യപൂർവേഷ്യൻ നാടുകളിലെ രീതി ആയിരുന്നു. സംഭവിച്ച കാര്യങ്ങളെല്ലാം വളരെ വിശദമായി ദാസൻ ഇസഹാക്കിനെ ധരിപ്പിക്കുന്നു. ഇസഹാക്ക് റെബേക്കായെ തൻ്റെ അമ്മയുടെ കൂടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ റെബേക്ക അവന്റെ ഭാര്യയായി തീർന്നു. അവൻ അവളെ സ്നേഹിച്ചു, അവളുമായി രമിച്ചു. വേദപുസ്തകത്തിൽ സ്ത്രീ പുരുഷ പ്രേമത്തിന്റെ വിവരങ്ങൾ വിരളമായേ കാണാറുള്ളൂ. രൂത്തിന്റെ പുസ്തകം മൂലപ്രപാതമാണ്. അതേസമയം ഉത്തമഗീതം അതിനെ അതീവ വാചാലമായി വർണ്ണിക്കുന്നുമുണ്ട്. വിവാഹ ജീവിതത്തിന്റെ സന്തോഷത്തിൽ രമിച്ചപ്പോൾ ഇസാക്കിന് തന്റെ അമ്മയുടെ വിയോഗത്താൽ ഉണ്ടായ ദുഃഖം ശമിച്ചു. കരുണാമയനായ ദൈവത്തിന് തന്റെ ജനത്തോടുള്ള കരുതലും ആർദ്രതയും ഈ സംഭവങ്ങളിലൂടെ നമുക്ക് ദർശിക്കുവാൻ കഴിയും. ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.